ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളായി നമ്മൾ വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഇപ്പോഴാണ് നമുക്ക് അതിനൊരു ടൈം കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് ഒരു ഈസി കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതും മുട്ട ബിരിയാണിയാണ് കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്. വെറും ഒരു സൺഡേ അല്ല, ഓണം വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസമാണ്. ഈ ഓണം വെക്കേഷൻ്റെ സമയത്ത് നമ്മൾ കുറേ പുതിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്തതെല്ലാം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ തന്നെ സക്സസ് ആയി. അപ്പം നമ്മൾ വിചാരിച്ചു മുട്ട ബിരിയാണിയും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാമെന്ന്. നമ്മുടെ എല്ലാവരുടെ ഇടയിലും ചില ആൾക്കാരെങ്കിലും ഉണ്ടാവും, ഭയങ്കര കൈപ്പുണ്യമുള്ള ആൾക്കാർ. അവരൊരു ചമ്മന്തി അടിച്ചാലും മുട്ട പൊരിച്ചാലും വരെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ഛനാണ് കേട്ടോ. അച്ഛൻ ഏകദേശം എല്ലാ ഫുഡ് ഐറ്റംസും നന്നായിട്ട് ഉണ്ടാക്കും. എന്ത് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയാലും അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എക്സ്പെഷ്യലി മീറ്റ് ഐറ്റംസ്. പന്നിയും പോർക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. പന്നിയും പോർക്കൊന്നുമില്ലേ, മാറിപ്പോയി. പന്നിയും ബീഫൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൊതി വരും. അച്ഛനിപ്പോൾ ശരിക്കും നാട്ടിലെ ഫുഡ് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും അച്ഛൻ ഉണ്ടാക്കുന്ന ഫുഡ് മിസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ വന്നതിന് ശേഷം നമുക്ക് അച്ഛനെ കൊണ്ട് വീണ്ടും ഒരു ബിരിയാണിയൊക്കെ പരീക്ഷിപ്പിച്ച് നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായുള്ള സാധനങ്ങൾ എന്താണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വീഡിയോയിൽ ഓരോ ക്ലിപ്സും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. പിന്നെ ഞാൻ തന്നെ പറഞ്ഞ് കോളാക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കുറച്ച് സാഹിത്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കുക്കിംഗ് തുടങ്ങുന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു പുറത്തൊക്കെ കാണാനായിട്ട്. പിന്നെ എവിടെ നിന്നില്ലാത്തൊരു മഴ വന്നു. കുറേ നേരം അങ്ങനെ മഴ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ മഴ പെയ്യേണ്ട വല്ല കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ മഴയ്ക്കും അറിയില്ല, നമുക്കും പ്രത്യേകിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കോഴിമുട്ട എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ അരി അത് 2.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 സവാള, അത് നമ്മൾ കനം കുറച്ച് അരിയണം. പിന്നെ 2 തക്കാളി, അത് നമ്മൾ ചെറുതായിട്ട് അരിയണം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി കൂട്ട്, പിന്നെ ചെറുനാരങ്ങ, നെയ്യ്, പിന്നെ പൊടികളായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല, ഇങ്ങനെ സകലമാന മസാല എടുത്തിടണം. മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. പിന്നെ എനിക്കിവിടെ ഗരം മസാല ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി നമ്മൾ കുറച്ച് വറുത്ത് കോരി മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള നമ്മുടെ ഫുൾ പരിപാടികൾ നമ്മൾ ചെയ്യുന്നത് കുക്കറിൽ തന്നെയാണ്. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തോട്ട് 2 സ്പൂണ് നെയ്യും 1 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ ബിരിയാണിയുടെ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും നമ്മൾ കനം കുറച്ചരിഞ്ഞ് ഉള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായി വഴഞ്ഞ് ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇടിക്കലിലാണ് ചതച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താലും മതി. അത് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യണം. അതേസമയം തന്നെ നമ്മളിവിടെ വെള്ളം ചൂടാക്കുന്നുണ്ട്. വെള്ളം ചൂടാക്കുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഈ ബിരിയാണിയുടെ സ്പൈസസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അതിനകത്ത് മൊത്തം ഇട്ടതുകൊണ്ട് തന്നെ വെള്ളം തിളപ്പിക്കും അതിനകത്ത് ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ സെറ്റായി വരുമ്പോഴത്തേനും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മീറ്റ് മസാല ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് തൈരും കൂടി ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ തൈര് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാലും മതി. എന്നിട്ട് നമ്മുടെ പുഴുങ്ങി വെച്ച മുട്ട അതിനകത്തോട്ടിട്ട് ജസ്റ്റ് ഒന്ന് മെല്ലെ വേണം ഇളക്കി കൊടുക്കാൻ. മുട്ട നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ കഴുകി വെച്ച അരിയും അതുപോലെ തന്നെ അരിയുടെ ഡബിൾ വെള്ളം വേണം നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഇതിവിടെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് കുറച്ച് ബ്ലാങ്ക് അടിച്ച കാര്യം കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് അത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ടുട്ടൂനാണ് ട്രൈ ചെയ്യാൻ കൊടുക്കുന്നത്. ഓണസദ്യക്ക് വേണ്ടിയിട്ട് ഇലയും കാര്യങ്ങളും ഒക്കെ എടുത്തതുകൊണ്ട് തന്നെ വാഴയില ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് ടുട്ടൂന് മാത്രമേ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ മാങ്ങാച്ചാറും പിന്നെ സാലഡും ബിരിയാണിയൊക്കെ കൂട്ടി കഴിക്കുകയാണ്. ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ. ടുട്ടാണെങ്കിൽ ഭയങ്കര ബിരിയാണി ഫാനാണ്. പറ്റിക്കാൻ വേണ്ടി ഞാനൊന്ന് എൻ്റെ വായിലിടുന്ന പോലെ അഭിനയിച്ചതാണ്, പക്ഷേ സമ്മതിച്ചില്ല കേട്ടോ. അവനെടുത്ത മൊത്തം ബിരിയാണി അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു.
ടുട്ടുവിനെ കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ 3 നേരം ഫുഡ് കഴിക്കാനിരുന്നു. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ മെയിൻ പണി ഇതാണ്. എനിക്ക് അച്ഛൻ്റെ എപ്പോഴും വഴക്ക് കിട്ടാറുണ്ട്. ബിരിയാണി അങ്ങനത്തെ ഐറ്റംസിലൊക്കെ ഈ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ അതിനകത്തുള്ള സ്പൈസസും. അപ്പം ഞാൻ അതെല്ലാം ആദ്യം എടുത്ത് പുറത്തോട്ട് മാറ്റി വെച്ചതിന് ശേഷം അത് കഴിക്കുള്ളൂ. കോഴി ചകിയുന്നോളം എണ്ണത്തിൽ ഞാൻ ചകഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത്. പിന്നെ അമ്മമ്മയും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടുട്ടു കുറച്ചും കൂടി ഫുഡ് കഴിച്ചു. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം അതിന് ഉപ്പ് പറ്റിയില്ല എന്നുള്ളതായിരുന്നു. ഞാൻ എന്ത് കറി വെച്ചാലും ഉപ്പും ഞാനും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ഏത് കറിക്ക് ഉപ്പിട്ടാലും അതിന് ഒരു തരത്തിൽ ഉപ്പ് പിടിക്കത്തില്ല. ആസ് യൂഷ്വൽ ഇന്ന് ബിരിയാണിക്കും അങ്ങനെ തന്നെയായിരുന്നു. എന്ത് നല്ല ബിരിയാണിയാണ്, ഞാൻ വെച്ചുകൊണ്ട് പറയല്ല. പക്ഷേ ഉപ്പ് എന്ന് പറഞ്ഞ സാധനം പഞ്ചായത്തിൽ കൂടെ പോലും പോയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഇരട്ടി ഉപ്പ് സാലഡിനുള്ളതുകൊണ്ട് തന്നെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അമ്മയാണ് ഈ മുട്ട ബിരിയാണിയുടെ കണ്ടുപിടുത്ത വിദഗ്ധവ് എന്ന് തന്നെ പറയുന്നത്. കാരണം അമ്മ കൊറോണ ടൈമിൽ എപ്പോഴും ഇത് ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ക്രേസ് തോന്നിയിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി നോക്കിയത്. സോ ഇപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലവ് യു ഓൾ ആൻഡ് ബൈ.